അതുപോലെ തന്നെ നമ്മൾക്ക് ഓണത്തിന് പ്രത്യേക ചില പലഹാരങ്ങളുണ്ട്. ഇപ്പം അങ്ങനത്തെ ഉള്ളൊരു സാധനമായി ഇതൊക്കെ. 20 വർഷം കൊണ്ട് ഇട്ട് സിനിമ എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ തിരഞ്ഞെടുക്കാനായിട്ടുണ്ട്. ഞാൻ കണ്ടിട്ടില്ലാത്തൊരു സിനിമയാണ് എൻ്റെ സ്വപ്നം. ഇപ്പോൾ മലയാളികൾക്ക് ഒരു പിടി നല്ല സിനിമകൾ സമ്മാനിച്ച പ്രിയ സംവിധായകൻ ബ്ലെസ്സിയാണ് ഇന്ന് നമുക്കൊപ്പം ഏഷ്യ ലൈവിലുള്ളത്. സർ നമസ്കാരം. നമസ്കാരം. ആദ്യം തന്നെ ഏഷ്യ ലൈവിലെ പ്രേക്ഷകരുടെ പേരിലും എൻ്റെ പേരിലും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇപ്പോൾ ഒരു പുരസ്കാര നിറവിലാണ് നിൽക്കുന്നത്. 9 അവാർഡുകളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലിറങ്ങിയ ആടുജീവിതത്തിൽ ലഭിച്ചത്. എന്താണ് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്? ആദ്യം തന്നെ ആടുജീവിതം പോലെ ഒരു ക്ലാസിക് സ്വഭാവമുള്ളൊരു സിനിമ പ്രേക്ഷകർ ഏറ്റെടുത്തു. വലിയൊരു വിജയം തിയേറ്ററുകളിൽ നിന്ന് ലഭിക്കുന്നുണ്ടായി. പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിൽ വേണമെങ്കിൽ പറയാം. മിഡിൽ ഈസ്റ്റിലും യൂറോപ്യൻ കൺട്രീസിലുമൊക്കെ മലയാളികളും അല്ലാത്തവരും ആയിട്ടുള്ള സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹം ആടുജീവിതത്തിൽ ഏറ്റെടുത്തു എന്നുള്ളത് തന്നെയാണ്. അതിനോടുള്ള നന്ദിയും സ്നേഹമാണ് എനിക്ക് ആദ്യം അറിയിക്കാനുള്ളത്. അവാർഡ് പിന്നെ അതിൻ്റെ ഒരു തുടർച്ച എന്നുള്ളതാണല്ലോ. 2004 തുടങ്ങിയ ഒരു സംവിധായകൻ വേഷത്തിൽ എത്തിയതാണ്. അപ്പോൾ ആ 2004 കാഴ്ചയായാലും അതിനുശേഷം തന്മാത്ര, പിന്നെ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഏറ്റവും ഹിറ്റായി നിൽക്കുന്ന ആടുജീവിതം, ഇതൊക്കെ ഒന്നിനൊന്നിന് മികച്ച സിനിമകളാണ്. അതോടൊപ്പം തന്നെ ഇപ്പം അഭിനയിച്ചവരൊക്കെ, അതായത് ലാലേട്ടനായാലും മമ്മൂട്ടി ആയാലും ഇപ്പോൾ അവസാനത്തെ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ളവരെല്ലാവരും അവരുടെയൊക്കെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനങ്ങളെല്ലാം കാഴ്ചവെച്ചിരിക്കുന്നത് ഈ ഒരു സംവിധായകനൊപ്പമാണ്. അപ്പോൾ എന്താണ് ഈ ഒരു മാജിക്കിന് പിന്നിൽ? ഈ മാജിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ വലിയ രഹസ്യമാണ് തന്നെ. നമുക്കൊരു മജീഷ്യൻ്റെ അടുത്ത് നമ്മൾ ചോദിക്കാറുണ്ട് എന്താ ഈ മാജിക്. നമുക്ക് ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഈ പ്രത്യേകിച്ച് സ്റ്റേറ്റ് അവാർഡിലെ കാര്യം പറയുകയാണെങ്കിൽ പോലും എൻ്റെ ആദ്യ സിനിമയ്ക്ക് മമ്മൂക്കായ്ക്ക് ബെസ്റ്റ് ആക്ടർ അവാർഡ് ഉണ്ടായിരുന്നു 2004. 2005 ലാലേട്ടനുണ്ടായിരുന്നു. ഇപ്പോൾ 23 വരുമ്പം പൃഥ്വിരാജിന് കിട്ടുന്നു എന്ന് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. ഗോകുലിന് സ്പെഷ്യൽ മെൻഷൻ കിട്ടുന്നു. അർജുൻ ലാലിന് ഇതേപോലെ തന്നെ 2005 സ്പെഷ്യൽ മെൻഷൻ കിട്ടിയിരുന്നു. അപ്പം ഒരു കഥാപാത്രത്തിനെ അതിൻ്റെ എല്ലാ സാധ്യതകളിലും എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്നത് ഒരു സന്തോഷമുള്ള കാര്യമാണ്. അത് കഥാപാത്രത്തിൻ്റെ ഒരു കൂടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിമാൻഡ് ചെയ്യുന്നുണ്ടാവും. അതിനെയൊക്കെ നല്ല രീതിയിൽ അതിനെ ഞാൻ കൺസീവ് ചെയ്യുന്നതിനെക്കാട്ടും അപ്പുറമാ തലത്തിലേക്ക് എത്തിക്കാൻ ഈ പ്രതിഭകളായ ആർട്ടിസ്റ്റുകൾക്ക് കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത. ബട്ട് അതിന് പറ്റുന്ന കഥാപാത്രങ്ങൾ എഴുതാൻ കഴിയുന്നു എന്ന് പറയുന്നതാണ് ഒരു സന്തോഷം. മാജിക്കൊന്നുമില്ല, അതൊരു വലിയൊരു എന്താ പറയുക, ഒരു ഇപ്പം എല്ലാ കോമ്പിനേഷൻസിലും അങ്ങനെ ആവണമെന്നില്ല. കഥാപാത്രങ്ങളും കഥയും തരുന്ന മാജിക്ക് തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു കാലയളവിൽ 8ഓളം ചിത്രങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം തന്നെ എല്ലാ പ്രേക്ഷകൻ്റെയും മനസ്സിനെ കീഴടക്കുന്ന, അല്ലെങ്കിൽ ഒരു ഹൃദയസ്പർശി എന്ന് വിളിക്കാവുന്ന ചിത്രങ്ങളാണ് എല്ലാം തന്നെ. അപ്പോൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കഥകൾ തിരഞ്ഞെടുക്കുന്നത്? 20 വർഷം കൊണ്ട് ഇട്ട് സിനിമ എന്ന് പറയുമ്പോൾ ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ തിരഞ്ഞെടുക്കാനായിട്ടുള്ള. അപ്പം ഒരു സിനിമയുമായിട്ട് സമീപിക്കുമ്പോൾ സിനിമയെ വളരെ സീരിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ സിനിമകൾ, ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന സിനിമകൾ നമുക്ക് ശേഷവും സംസാരിക്കണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് കേൾക്കാത്ത പറയാത്ത ഒരു കഥയിലേക്ക് എത്തുമ്പോഴാണ് അതൊരു പുതിയൊരു അനുഭവമായിട്ട് വന്നത്. അപ്പോൾ ഒരു സിനിമയെക്കുറിച്ച് കാണുമ്പോൾ ഞാൻ കണ്ടിട്ടില്ലാത്തൊരു സിനിമയാണ് എൻ്റെ സ്വപ്നം. ഇപ്പോൾ പല സമാനതകളൊക്കെ ഉണ്ടാവാതിരിക്കാം, പക്ഷേ എന്നാൽ പോലും നമ്മളത്ര അതിനുവേണ്ടിയുള്ള ശ്രമമാണ് നടത്തുന്നത് കാണാത്തൊരു സിനിമയ്ക്ക് വേണ്ടിയുള്ള. അത് ഈ പറഞ്ഞ കുറച്ച് സമയം എടുക്കുന്നു എന്നുള്ളതൊക്കെ ചിലപ്പം ഗുണകരമാകാം. സിനിമയെ വളരെ സീരിയസ് ആയിട്ട് അപ്രോച്ച് ചെയ്യുന്നുണ്ടാവാം. കഥകൾ ഒക്കെ എനിക്ക് തന്നെ എഴുതാൻ പറ്റുന്നതുകൊണ്ടാവാം. അങ്ങനെ പല പല ഘടകങ്ങളാണ്. ഒക്കെ എന്താ പറയുക, സിനിമയ്ക്കോടുള്ളൊരു വലിയൊരു നമ്മുടെ ഒരു പാഷനുണ്ടല്ലോ. എന്തിനാണ് സിനിമ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിനിമ പൂർണ്ണമായും ആൾക്കാരിൽ എത്തണം. സിനിമ തിയേറ്ററിൽ ഉപേക്ഷിക്കപ്പെടാനുള്ളതാവരുത്. അതായത് തിയേറ്ററിൽ നിന്ന് പോകുമ്പോഴും
നമ്മളോടൊപ്പം സഞ്ചരിക്കുന്നതാവണം സിനിമ. അപ്പോൾ മാത്രമാണ് അതിനൊരു ഏറ്റവും വലിയൊരു ക്രെഡിറ്റ് നമുക്ക് കിട്ടുക എന്ന് പറയുന്നത്. അത് ഈ ആടുജീവിതത്തിനും ഉണ്ടായിട്ടുണ്ട്, കാഴ്ചയ്ക്കുമുണ്ട്, തന്മാത്രയ്ക്കുമുണ്ട്, പ്രമരത്തിനുണ്ട്, പ്രണയത്തിന്, ഇങ്ങനെ മിക്ക സിനിമകളിലും വീക്ഷണത്തിലൂടെ അങ്ങനെയുള്ള ഒരു വലിയൊരു ബുദ്ധി ഉപയോഗിച്ച് ചെയ്യുന്നൊരു പരിപാടിയൊന്നുമല്ല. അങ്ങനെ ഒരു ദീർഘവീക്ഷണമൊന്നുമില്ല. കാരണം നമ്മൾ ചെയ്യുന്ന മൊമെൻറ്റിനെക്കുറിച്ച്, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെക്കുറിച്ച് കൂടുതൽ സിൻസിയറായിട്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അത്രേ ഉള്ളൂ. ക്ഷമയാണോ ബ്ലസ്സി എന്ന സംവിധായകന് കിട്ടിയ ഏറ്റവും വലിയ ബ്ലസ്? ക്ഷമയാണ് ഏറ്റവും വലിയ പ്രാർത്ഥന എന്ന് ഞാൻ ഭ്രമരത്തിൽ എഴുതിയിട്ടുണ്ട്. അത് ബുദ്ധൻ്റെ ഒരു വരികളാണ്. ടോളറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. അത് ക്ഷമയുമായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും കാത്തിരിപ്പാണ്. ഒരു കാത്തിരിപ്പ്. ഇപ്പം ഞാൻ ഈ സിനിമയുടെ ഒരു ഇടവേളകൾക്കുപരി ഞാൻ 18 വർഷം കാത്തിരുന്നിട്ടാണ് കാഴ്ച ഉണ്ടാകുന്നത്. പത്മരാജൻ സാറിൻ്റെ കൂടെ 1986 തുടങ്ങിയ സിനിമാ ജീവിതം ഒരു ഇൻഡിപെൻഡൻറ്റ് ഫിലിം മേക്കർ ആകുന്നത് 2004. ഈ 18 വർഷമുള്ളൊരു കാത്തിരിപ്പ്. ആ കാത്തിരിപ്പാണ്. അതിൽ ക്ഷമയുണ്ടാകും, സഹനം ഉണ്ടാകും, കണ്ണീരുണ്ടാകും. ഒരു സുഖകരമായ കാര്യമല്ലല്ലോ ഒരു അസിസ്റ്റൻ്റ് ഡയറക്ടറായിട്ട് ഇങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ പരിഹസിക്കപ്പെടുന്നു, അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ സ്വപ്നം കണ്ട് നിൽക്കുന്ന ഒരാളെന്നൊക്കെ പറയുന്ന ഒരാൾ. അപ്പം ഇയാളുടെ ചിന്തകളും അയാളുടെ പ്രവർത്തനങ്ങളും അയാളുടെ കാത്തിരിപ്പുകളും ഒരുക്കങ്ങളും ഒക്കെ പലപ്പോഴും നമുക്ക് കൃത്യമായി എത്തുക എന്ന് പറയുന്ന വലിയൊരു ഈശ്വരാനുഗ്രഹം. ഇപ്പം എന്നെപ്പോലെ എത്ര ആൾക്കാർക്ക് അങ്ങനെ ഒരു കാത്തിരിപ്പുണ്ടാവും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഔട്ട്കമ്മിലേക്ക് എത്താൻ സാധിക്കാതെ പോയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒരു എന്താ പറയുക, ഒരു സമർപ്പണത്തിൻ്റെ ഒരു, അല്ലെങ്കിൽ ബൈബിളിലൊരു വാക്കുണ്ട്, അവസാനം വരെയും കാത്തിരിക്കുന്നവൻ ഭാഗ്യവാൻ. ഈ അവസാനം എന്ന് പറയുന്നത് എത്ര കാലം കഴിഞ്ഞിട്ടാണെന്നുള്ളതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പലരും അങ്ങനെ കാത്തിരിക്കാറില്ല. അപ്പോൾ എനിക്കറിയാം, എന്നോടൊപ്പം തന്നെ വർക്ക് ചെയ്തിട്ടുള്ള പല ആൾക്കാരും 4-5 വർഷം കഴിയുമ്പോഴത്തേക്ക് ഉപേക്ഷിച്ചിട്ട് പോകാറുണ്ട്. അപ്പം അതൊരു ഇവൻ ഇപ്പം ഈ സിനിമയ്ക്ക് പോലും 11 വർഷം, ഒരു സിനിമ കഴിഞ്ഞ് 11 വർഷം കഴിയുമ്പോഴാണ് അടുത്തൊരു സിനിമ ഉണ്ടാകും. ഇതിനിടയ്ക്ക് പല പല പ്രശ്നങ്ങളാണ്. അപ്പം ഒരു ഘട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ ഇത് ഉപേക്ഷിച്ചിട്ട് പോകാവുന്ന അവസ്ഥകളുണ്ടാകും. അപ്പം അതൊരു ക്ഷമയും കാത്തിരിപ്പൊക്കെ നൽകുന്ന പ്രതിഫലമാണ്. ഇപ്പം പറഞ്ഞില്ലേ മുൻപ് അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആയിരുന്നു എന്ന്, അല്ലെങ്കിൽ ഒരു 18 വർഷക്കാലം ആ ഒരു രീതിയിൽ പ്രവർത്തിച്ചു. അതിനുശേഷം ഈ 2004 മുതൽ ഇപ്പോൾ 24 എത്തി നിൽക്കുമ്പോൾ സംവിധായകൻ എന്ന വേഷത്തിൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തെ മൊത്തത്തിൽ എങ്ങനെയാണ് നോക്കി കാണുന്നത്? എനിക്ക് ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ ആയിരുന്ന ഒരു കാലഘട്ടവും ഡയറക്ടർ ആയിരുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ 2 കാലഘട്ടമില്ല. ഞാൻ അന്ന് സിനിമയെ ഒരുപാട് സ്നേഹിക്കുകയും മോഹിക്കുകയും ചെയ്തിരുന്നൊരു കാലഘട്ടമാണ് ഏറ്റവും തുടക്കം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സിനിമയിലൊരു സജീവമായ ഒരു സാന്നിധ്യമാകുവാനായിട്ടുള്ളൊരു ശ്രമമായിരുന്നു. സംവിധായകനായപ്പോൾ സിനിമയിൽ സജീവമായി, അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻവോൾവ്മെൻറ്റ് കൂടി എന്നുള്ളതല്ലാതെ ഞാനൊരു ഡയറക്ടർ എന്നുള്ളതിനേക്കാളും ഉപരി ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറിൻ്റെ വേഷം അണിഞ്ഞിട്ടാണ് ഞാൻ സെറ്റിലെത്താറുള്ളത്. കാരണം ഒരു ആ രീതിയിലാണ് എൻ്റെ സമീപനവും. അപ്പം ഇവിടെയൊക്കെ കോമൺ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ സിനിമയാണ്. സിനിമ തന്നെയാണ് ഈ 18 വർഷത്തിലും ഈ കഴിഞ്ഞ 20 വർഷത്തിലും 38 വർഷത്തിൻ്റെ ഇതിലും സിനിമയോടാണ് നമ്മുടെ സ്നേഹവും പ്രണയവും ഇഷ്ടമൊക്കെ. അപ്പോൾ ആ മാറ്റമില്ലാത്തത് കൊണ്ട് തന്നെ ഒരു 2 തലത്തിൽ നിന്നുകൊണ്ട് നമുക്കതിനെ കാണാൻ കഴിയുന്നില്ല. ഒരുപാട് എന്താ പറയുക, നമ്മൾ ഒരുപാട് അധ്വാനിക്കുന്നു, അതിന് നമുക്ക് ഒരു റിസൾട്ട് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. ആ റിസൾട്ട് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം, വീണ്ടും അടുത്തതിൻ്റെ ശ്രമങ്ങൾ, അങ്ങനെ അതും സിനിമയാണല്ലോ. അപ്പോൾ മനസ്സിൽ ഉണ്ടാകുന്ന വ്യത്യസ്തമായ ഫ്രെയിമുകളും വ്യത്യസ്തമായ കഥകളും സിനിമയും ഒക്കെ എന്നും അതായിരിക്കണം എന്ന് വിചാരിക്കുന്നത് കൊണ്ട് തന്നെ സന്തോഷമുണ്ട്. ആടുജീവിതമാണോ ഏറ്റവും സംതൃപ്തി തോന്നുന്ന സിനിമ? അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം എല്ലാ സിനിമയും നമ്മൾ പലതരത്തിൽ അതിനോട് ഇൻവോൾവ് ചെയ്തിട്ടുള്ളതായിരിക്കാം. ആടുജീവിതം കൂടുതൽ സമയമെടുത്ത് ഉണ്ടാക്കിയ സിനിമയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെയാണ് കാഴ്ചയും. കാഴ്ചയുടെ ഒരു എക്സൈറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ, കാഴ്ച എന്നൊരു സിനിമ ആദ്യമായ ഒരു സ്വതന്ത്ര സംവിധായകനാകുന്നു.
ആദ്യമായിട്ട് ഇപ്പം ഞാൻ ഈ 18 വർഷക്കാലം അസിസ്റ്റൻ്റ് ആയിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സിനിമ ചെയ്യുമായിരിക്കും, അത് വിജയിച്ചാലും ഇല്ലെങ്കിലും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. അല്ലെങ്കിൽ ഒരു ആ രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെങ്കിൽ ഈ സിനിമ ഞാൻ തന്നെ സ്ക്രിപ്റ്റ് എഴുതുമെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. അപ്പം സ്വന്തമായ ഒരു സ്ക്രിപ്റ്റ് എഴുതി ഒരു സിനിമ ചെയ്യാൻ പറ്റി എന്ന് പറയുന്നത് ആ കാഴ്ച എന്നൊരു സിനിമയോടുള്ള വലിയ ആവേശം കൂടുതലാണ്. അപ്പം തന്മാത്രയെ സംബന്ധിച്ചിടത്തോളം മറ്റൊരനുഭവമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ വ്യത്യസ്തമായ ഒരു സബ്ജക്റ്റിനെ ലോകം മുഴുവൻ അറിയിക്കത്ത തരത്തിൽ ആ സിനിമ എത്തിക്കുന്നു. ഇന്നും അതിൻ്റെ ചെറുതും വലുതുമായ കാര്യങ്ങൾ ഓർത്ത് വെക്കുന്നു എന്നൊക്കെ പറയുന്നത്. അങ്ങനെയാണ് ഭ്രമരം, പ്രണയം എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പം പ്രണയത്തിനെക്കുറിച്ച് അനുപം ഖേർ ഈ കഴിഞ്ഞ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ഒരു ട്രീറ്റ്മെൻറ്റായിട്ട് ബോംബെയിലെ ഒരു വലിയൊരു ഹോസ്പിറ്റലിൽ നിൽക്കുമ്പം കുറേയധികം നേഴ്സുമാർ വന്ന് അദ്ദേഹത്തിനെ കാണുകയും ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു പരിചയം. അപ്പം അദ്ദേഹം എന്നെ അവിടെ വെച്ച് വിളിച്ച് ഈ നേഴ്സസിനൊക്കെ കൊടുത്തു. അപ്പം എന്നിട്ട് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞ്, ഞാൻ ഇത്രയധികം സിനിമകൾ ചെയ്തു, പക്ഷേങ്കിൽ പ്രണയത്തിലൂടെ എന്നെ ഇവരൊക്കെ ഇപ്പം മനസ്സിലാകുന്നത്. അത് ഓഫ് കോഴ്സ് മലയാളികളായതുകൊണ്ടുകൂടാണ്. അപ്പം അങ്ങനെ ഓരോ അനുഭവങ്ങൾ, ഓരോ സിനിമയ്ക്കും നല്ല അനുഭവങ്ങളുണ്ട്. ഇത്തവണ ഓണം എന്ന് പറയുന്നത് ഒരു ഇരട്ടി മധുരം നൽകുന്നല്ലേ? ഇത്രയും പുരസ്കാരങ്ങൾ ലഭിച്ചു, ആ ഒരു സന്തോഷത്തിലാണോ ഇത്തവണത്തെ ഓണം? ഇത്തവണ ഓണം ഞാൻ ശരിക്കും US-ലാണുള്ളത്. അപ്പം ഫാമിലിയൊക്കെ അവിടെയുണ്ട്, എൻ്റെ സിസ്റ്റേഴ്സൊക്കെ ഉണ്ട്. അവിടെ ഒരാവശ്യമായാണ് പോകുന്നത്. അതുകൊണ്ട് വിദേശ പ്രവാസി മലയാളികളോടൊപ്പമാണ്. അവിടെ കുറേ ഓണമുണ്ട്, ഒരു ദിവസമല്ല പല ദിവസങ്ങളിലെ ഓണം ഉണ്ടെന്നുള്ളൊരു വലിയ പ്രത്യേകതയുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പേരിയൊക്കെ കഴിച്ചാലോ ഓണമൊക്കെ ആയിട്ട്? തീർച്ചയായിട്ടും. അപ്പോൾ സാധാരണയായിട്ട് എങ്ങനെ ഓണം ആഘോഷിക്കുക? നാട്ടിലുണ്ടാവാറേ ഇല്ലേ, അതോ നാട്ടിൽ കാണാറുണ്ടോ? ഉണ്ട്, കഴിഞ്ഞ ഓണത്തിനൊക്കെ ഉണ്ടായിരുന്നു. ആഘോഷങ്ങൾ എപ്പോഴും നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. അമിതമായ ആഘോഷങ്ങൾ ഉണ്ടാവാറില്ല, എങ്കിലും നാട്ടിൽ ഉള്ള ആൾക്കാരൊക്കെ ആയിട്ട് കൂടി ഓണം ആഘോഷിക്കണം. ഇവിടുത്തെയുള്ള ആളുകളുമൊക്കെ ആയിട്ട് നല്ലൊരു ബന്ധം പുലർത്തുന്ന ആളാണ്. അപ്പം ഈ നാട്ടിൻപുറങ്ങളിലെ ഓണാഘോഷം, ഇവിടുത്തെ ഓണാഘോഷത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? നമ്മൾ പലപ്പോഴും അത്രയധികം ഇറങ്ങിച്ചെല്ലാനായിട്ടുള്ള അവസരങ്ങൾ പലപ്പോഴും കാണത്തില്ല. എങ്കിലും നമ്മൾ പിന്നെ നമ്മുടെ ഓണാഘോഷങ്ങളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ, അന്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം സിറ്റികളിലും അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള ആയിട്ട് മാറുന്നു. അല്ലെങ്കിൽ കുറച്ച് ഒക്കെ നമ്മൾ ഓണം എന്ന് പറയുന്നത് മിക്കവാറും ഏതെങ്കിലും ഒരു ഷോയുടെ മുന്നിലായിരിക്കും, അങ്ങനെയൊക്കെയാണ്. എന്തായാലും ഓണത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓണത്തിനെങ്കിലും നമ്മൾ ഇരയിട്ട് സദ്യ കഴിക്കുക എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു വലിയ ഒരു കാര്യമായിട്ട് തോന്നുന്നു. എങ്ങനെ ഓണസദ്യയൊക്കെ ഇഷ്ടമാണോ? നല്ല സദ്യ വളരെ ഇഷ്ടമാണ്. ഒരുപാട് പലതരത്തിലുള്ള പായസവും, അതുപോലെ തന്നെ നമ്മൾക്ക് ഓണത്തിന് പ്രത്യേക ചില പലഹാരങ്ങളുണ്ട്. ഇപ്പം അങ്ങനത്തെ ഉള്ളൊരു സാധനമായി ഇതൊക്കെ ഈ ശർക്കര വരട്ടി എന്നൊക്കെ പറയുന്ന സാധനമൊക്കെ ഓണത്തിൻ്റെ വീടുകളിൽ ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ അതെല്ലാം കടകളിൽ വാങ്ങുന്ന ചെറിയ രീതിയിൽ വന്നിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്ക് സ്ത്രീകളുടെ എന്താ പറയുക കഷ്ടപ്പാടുകളൊക്കെ കുറച്ച് കുറയുന്നു എന്ന് വേണമെങ്കിൽ കരുതിയാൽ മതി. കുട്ടിക്കാലത്തെ ഓണം ഓർമ്മകൾ അങ്ങനെ എന്തെങ്കിലും പങ്കുവയ്ക്കാനുണ്ടോ? കുട്ടിക്കാലത്ത് ഓണം എന്ന് പറയുമ്പം ഓണം എന്നല്ല, ഒരു തൊട്ട് വിശേഷങ്ങളുടെ എല്ലാം ഏറ്റവും വലിയ പ്രത്യേകത അവധി കിട്ടുമെന്നുള്ള. കുറച്ച് ദിവസത്തേക്ക് പഠിക്കേണ്ട അവധിയാണ്, കറങ്ങി അടിച്ച് നടക്കാവുന്നതാണ്. ഓരോ കാലഘട്ടത്തിലും ഈ ഓണത്തിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പം വളരെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഈ നമ്മുടെ ഒക്കെ ഈ വടക്കോട്ടൊക്കെ പുലികളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞ പോലൊരു കടുവ കളിയുണ്ട്. കടുവ ആയിട്ട് ഇങ്ങനെ ആൾക്കാർ വേഷമൊക്കെ കെട്ടി കളിക്കുക, അവർ ചെണ്ടയൊക്കെ വെച്ചിട്ട് വരിക, നടത്ത് കിടക്കുന്ന പൈസയൊക്കെ ഇങ്ങനെ കടിച്ചെടുക്കുക എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇത് കാണുക, അതുപോലെ തന്നെ ഈവൻ ചെണ്ടയുടെ ഒരു മേളമൊക്കെ തന്നെ ആ സമയത്താണ്. ഇപ്പം കുട്ടിയായിരിക്കുമ്പോൾ ഇതൊക്കെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കുക, കടുവ കളിക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ അങ്ങനെ ചാടി ഇതിങ്ങനെ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു കുട്ടിക്കാലത്തെങ്കിൽ. കുറച്ച് മുതിർന്ന് കഴിയുമ്പം ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഈ ഓണക്കാലത്താണ് ഈ വിശേഷാൽ പതിപ്പുകളൊക്കെ വരുന്നത്. കഥയും വായനയൊക്കെ തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഓണപ്പതിപ്പുകൾക്ക് വേണ്ടിയുള്ള
ഒരു കാത്തിരിപ്പുണ്ട്. പിന്നീട് അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് പിന്നീട് ഇപ്പം തരംഗണിയൊക്കെ പോലുള്ള ഇതിലിപ്പം ഓണപ്പാട്ടുകളായി. അപ്പം ഓരോ സമയത്തും വ്യത്യസ്തമായ ഓരോരോ രീതിയിലേക്ക് ഇങ്ങനെ അഭിരുചികൾ മാറിക്കൊണ്ട് ഇരിക്കുന്നു. അപ്പോൾ ഈ ആടുജീവിതത്തിന് ശേഷം അടുത്ത സിനിമാ തിരക്കിലേക്കൊക്കെ കടന്നോ? ചെറിയ രീതിയിൽ ചിന്തകളും അതിൻ്റെ ഡിസ്കഷൻസും ഒക്കെ ആയിട്ടുണ്ട്. പക്ഷെ നമുക്കത് ഒന്ന് പുറത്തേക്ക് പറയുക എന്ന് പറയുന്ന ഒരവസ്ഥയിലെത്തിയിട്ടില്ല. ഇപ്പോൾ 9 അവാർഡുകൾ കിട്ടുന്ന ഒരു സിനിമ എനിക്ക് തോന്നുന്ന, ഞാൻ നോക്കിയത് ശരിയാണ്, 98 ഒരു സിനിമയ്ക്ക് കിട്ടിയിട്ടുണ്ട് 9 അവാർഡുകൾ. അതിനുശേഷം ഒരു 9 അവാർഡ് കിട്ടുന്ന മലയാളം സിനിമ എന്ന് പറയുന്നത് ആടുജീവിതമാണ്. അപ്പോൾ ഈ ഒരു സന്തോഷത്തിന് കുടുംബത്തിൻ്റെ ഒരു എങ്ങനെയായിരുന്നു പ്രതികരണം? അല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പം കുറേ അധികം അവാർഡുകളൂടെ ഇനി കിട്ടേണ്ടിയിരുന്നാണെന്ന് തോന്നുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞു കേട്ടു. മ്യൂസിക്കിന് അല്ലേ, അത് പ്രതീക്ഷിച്ചിരുന്നോ? എനിക്ക് കിട്ടുന്ന അവാർഡിനേക്കാൾ മുമ്പ് ഞാൻ പ്രതീക്ഷിച്ചിരുന്ന AR റഹ്മാൻ ഈ ഒരു സിനിമയിലൂടെ, പ്രത്യേകിച്ച് പാട്ടിന് മാത്രമല്ല അതിൻ്റെ റെക്കോർഡിങ്ങും തന്നെ. അപ്പോൾ അത്രയധികം ഒരു ഇൻ്റർനാഷണൽ തലത്തിൽ നിന്ന് ചെയ്തൊരു വർക്കിനെ മെൻഷൻ ചെയ്തില്ല എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യം. അതുകൊണ്ട് തന്നെ മൊത്തമായി ഇതിൻ്റെ ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഒരു ശോഭ നഷ്ടപ്പെട്ടിട്ടില്ല. ഇപ്പോൾ സിനിമയിലെ നജീബിനും ജീവിതത്തിലെ നജീബിനും ഒക്കെ ഓണാശംസകൾ അറിയിച്ചോ? പിന്നെ നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആഘോഷമാണല്ലോ. അപ്പം പരസ്പരം ആശംസകൾ അറിയിക്കുക, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു അവസരത്തിൽ അതിന് വലിയ സന്തോഷമുള്ളതാണ്. ഏഷ്യ ലൈവ് പ്രേക്ഷകർക്ക്, പ്രത്യേകിച്ച് ദുബായിലുള്ള എല്ലാ മലയാളി സുഹൃത്തുക്കൾക്കും എൻ്റെ വളരെ സ്നേഹത്തോടെ ഉള്ള ഓണാശംസകൾ അറിയിക്കുകയാണ്. നമുക്കറിയാം, കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ വർഷം വലിയ ആഘോഷങ്ങളിലൂടെ പോകുവാനായിട്ട് സാധിക്കുന്നില്ല. വലിയൊരു ദുരന്തത്തിൻ്റെ വേദന നമ്മളുടെ ഓരോരുത്തരുടെ ഇടയിൽ നിൽക്കുകയാണ്. പക്ഷേ ഓണത്തിനെ സംബന്ധിച്ചിടത്തോളം ഓണം വീണ്ടും ഒരു വീണ്ടെടുപ്പിനെ കുറിച്ചാണ്, ഒരു പുതിയ ഒരു ഉണർവ് നൽകുന്നതാണ്. പ്രയാസങ്ങളിൽ നിന്നും ദുഃഖങ്ങളിൽ നിന്നും ഒക്കെ ഓരോരുത്തർക്കും പരസ്പരം എല്ലാവരെയും ഒരുപോലെ കാണാൻ കഴിയുന്ന തരത്തിൽ, അല്ലെങ്കിൽ സഹായിക്കാൻ കഴിയുന്ന തരത്തിൽ ഒക്കെ കൂടുതൽ നന്മയുള്ളതായിട്ട് വരട്ടെ. മറ്റൊരാൾക്ക് വേണ്ടിയുള്ള ഒരു ഓണമാവട്ടെ. നമ്മുടെ മാത്രമല്ല, എല്ലാവർക്കും സമൃദ്ധമായി ഒരു ജീവിതം ലഭിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും അണിഞ്ഞുതരാം. എൻ്റെ പേരിലും ഏഷ്യാനെറ്റിൻ്റെ പ്രേക്ഷകരുടെ പേരിലും സാറിനും ഓണാശംസകൾ. താങ്ക് യു.